ഒരു രാജ്യത്തിന്റെ ഭരണം പിടിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നും അല്ലല്ലോ. പാകിസ്ഥാനിൽ പട്ടാളവും അഫ്ഗാനിസ്ഥാനിൽ താലിബാനുമൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അത് തെളിയിച്ചിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തിയെ മുൻനിർത്തി ഒരു രാജ്യഭരണം അട്ടിമറിക്കുകയെന്നത് മറ്റേതെങ്കിലും ഒരു രാഷ്ട്രത്തിന്റെയോ പിന്തുണയില്ലാതെ നടക്കാത്ത കാര്യമാണ്. ഭരണ സംവിധാനം മാറാൻ കാത്തിരിക്കുന്ന അയൽരാജ്യങ്ങൾ അവിടെ കടന്നുകയറാൻ ശ്രമിക്കുന്നതും പുതുമയുള്ളതല്ല. അതുതന്നെയാണ് ഇപ്പോൾ സിറിയയിൽ സംഭവിച്ചിരിക്കുന്നതും. അമേരിക്കയുടെ മൗനാനുവാദത്തോടെ ഇസ്രയേൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടെ IS കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് അമേരിക്കയും വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട്. ആഭ്യന്തര യുദ്ധത്തോടെ താറുമാറായ സ്ഥലങ്ങളും കെട്ടിടങ്ങളും ജീവിക്കാൻ വേണ്ടി പൊരുതുന്ന ജനങ്ങളുമാണ് ഇപ്പോൾ സിറിയയിലെ ദയനീയ കാഴ്ച. ഇതിനിടയിലാണ് സിറിയയിൽ വീണ്ടും നെതന്യാഹുവിന്റെ സേന വ്യോമാക്രമണങ്ങൾ നടത്തുന്നത്. അമേരിക്ക മുമ്പ് HTS എന്ന വിമത സംഘത്തെ തീവ്രവാദ സംഘടനയെന്ന് ചൂണ്ടിക്കാട്ടി അവർക്ക് വിലക്കേർപ്പെടുത്തിയിരുന്നു. ഈ വിമത സംഘമായിരിക്കും ഇനി സിറിയയെ നയിക്കുക എന്ന തിരിച്ചറിവാണ് ഇപ്പോൾ പാശ്ചാത്യ ശക്തികളെ ഭീതിയിലാഴ്ത്തിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ സിറിയയിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തെ അപലപിക്കാൻ സിറിയൻ ജിഹാദിസ്റ്റ് സംഘം വിസമ്മതിക്കുന്നുവെന്ന വാർത്തയാണ് പുറത്തുവന്നിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് HTS വക്താവ് വാൾസ്ട്രീറ്റ് റിപ്പോർട്ടറുടെ ചോദ്യത്തിന് അവ്യക്തമായ മറുപടി മാത്രമാണ് നൽകിയതെന്നാണ് വിവരം. ഹയാത്ത് തഹ്രീർ അൽ-ഷാം എന്ന സംഘടനയുടെ വക്താവ് വിനാശകരമായ ഇസ്രയേലി വ്യോമാക്രമണങ്ങളെയും സിറിയയിലെ ജൂതരാഷ്ട്രത്തിന്റെ കര അധിനിവേശത്തെയും കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. അരനൂറ്റാണ്ട് പിന്നിട്ട ബാഷർ വംശത്തിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ചതിന്റെ അടുത്ത ദിവസം മുതൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് 48 മണിക്കൂറിനുള്ളിൽ സിറിയയിൽ ഏകദേശം 480 വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. അസദ് സൈന്യത്തിന്റെ ആയുധശേഖരങ്ങളും നാവിക കപ്പലുകളും ഇസ്രയേൽ വ്യാപകമായി തകർത്തു. 1967 മുതൽ അവർ അനധികൃതമായി അധിനിവേശം നടത്തിയിരുന്ന ഗോലാൻ കുന്നുകളിൽ നിന്ന് സൈന്യം രാജ്യത്തിന്റെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. സിറിയ നിലവിൽ മറ്റൊരു സംഘട്ടനത്തിന് തയ്യാറല്ലാത്തതിനാൽ ഇസ്രയേലിനെ സിറിയയുടെ യുദ്ധഭൂമിയിൽ ഉൾപ്പെടുത്താൻ സംഘം പദ്ധതിയിടുന്നില്ലെന്ന് HTS നേതാവ് അബു മുഹമ്മദ് അൽ ജൊലാനി പറഞ്ഞതായി നേരത്തെ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. അതേസമയം സിറിയയുടെ 2 സഖ്യകക്ഷികളായ ഹിസ്ബുള്ളയ്ക്കും ഇറാനുമെതിരായ IDFന്റെ സൈനിക ക്യാമ്പയിനിന്റെ നേരിട്ടുള്ള ഫലമാണ് അസദ് സർക്കാരിന്റെ പതനമെന്നവകാശപ്പെട്ട് ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തു വന്നിരുന്നത്. ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തെ അമേരിക്ക പോലും കാത്തിരുന്ന് കാണുക എന്ന സമീപനമാണ് സ്വീകരിച്ചത്. വിമത സംഘത്തിന്റെ പ്രവർത്തനങ്ങളെ ആശ്ലേഷിച്ച് പ്രസിഡന്റ് ബൈഡൻ രംഗത്ത് വരികയും ചെയ്തു. വിമത സംഘം ഇപ്പോൾ ശരിയായ കാര്യങ്ങളാണ് പറയുന്നതെന്ന് ബൈഡൻ പറയുന്നു. എന്നാൽ പുതിയ സിറിയൻ നേതാക്കൾ ഇസ്രയേലിനെ ആക്രമിക്കാനുള്ള താൽപര്യം പ്രകടിപ്പിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, സിറിയയിൽ അധികാരം ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ അവർ വ്യാപൃതരാണെന്നും നയതന്ത്രജ്ഞർ വിലയിരുത്തുന്നുണ്ട്. സിറിയൻ വിമത സംഘത്തിന്റെ പ്രതികരണമില്ലായ്മ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രയേലിനെ പ്രേരിപ്പിക്കുകയായിരുന്നുവെന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സിറിയയുടെ ഇപ്പോഴത്തെ മൗനം കാര്യമായി എടുക്കേണ്ടതില്ലെന്ന് ചില നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സിറിയയിലെ നിലവിലുള്ള അരാജകത്വം മാറിയാൽ വരും കാലങ്ങളിൽ അതൊരുപക്ഷെ ഇസ്രയേലിന് ഭീഷണിയായേക്കാം. പുതിയ ഭരണകൂടം വേരുറപ്പിച്ചു കഴിഞ്ഞാൽ അവർ പതുക്കെ ഇസ്രയേലിനെതിരെ തിരിഞ്ഞേക്കാമെന്നും ബാഷർ ഭരണകൂടത്തിലെ രാസായുധങ്ങളിൽ ചിലത് പിടിച്ചെടുത്ത് ഇസ്രയേലിനെതിരെ ഉപയോഗിച്ചേക്കാമെന്നും വിലയിരുത്തലുകളുണ്ട്. രാസായുധങ്ങൾ സൂക്ഷിച്ച കേന്ദ്രങ്ങൾ സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്ന് ജൊലാനി പ്രതികരിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. അൽ-ഖ്വയ്ദയുടെ സിറിയ ശാഖയിൽ വേരൂന്നിയ HTS ഒരു സാഹചര്യത്തിലും ആയുധങ്ങൾ ഉപയോഗിക്കില്ലെന്ന് നേരത്തെ പ്രതിജ്ഞ ചെയ്തിരുന്നുവെന്നാണ് പറയുന്നത്. സാങ്കേതിക വിദഗ്ധരുടെ സർക്കാരിനെയാണ് സിറിയയിൽ രൂപീകരിക്കുകയെന്ന് ജൊലാനി ആവർത്തിച്ചു പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിലെ ട്രാൻസിഷണൽ ഗവൺമെന്റ് 2025 മാർച്ച് വരെ ഭരിക്കുമെന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിൽ വ്യക്തമാണ്.